ഈ കാണുന്ന എല്ലാവരും ഇവരൊക്കെയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഞാൻ തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞ് പോവാ ഇവിടുന്ന് കണ്ണൂരിലോട്ട്. ഇനി പഴയതുപോലെ ഒന്നും വഴക്കൂടാനും പിന്നെ മിണ്ടാനൊന്നും പറ്റത്തില്ല കേട്ടോ. എവിടെ പോയാലും അവള് നന്നായി ജീവിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം തീയിൽ കുരുന്നത് വെയിലത്ത് വാടത്തില്ലല്ലോ. ഒരു കുഞ്ഞു പ്രായത്തിൽ നല്ല കഷ്ടതയിൽ അവൾ അനുഭവിച്ച് ഊര് ചുറ്റി ശരിക്കും നാടോടി ജീവിതമായിരുന്നു എൻ്റെ ആങ്ങളുമാരൊക്കെ ലൈഫ്. എന്നെ പെണ്ണാണ് വന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, മദ്യപിക്കോ? അപ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെടാൻ കാരണം എൻ്റെ അച്ഛൻ നല്ല കുടിയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ മോളാണ്. ആദ്യം ഞങ്ങളെ പപ്പ മമ്മിന്ന് വിളിച്ചത്. ഇവളിൽ നിന്നാണ് വിളിച്ചു തുടങ്ങിയത്. സന്തോഷമായി ജീവിക്കട്ടെ എന്ന് മാത്രം. സന്തോഷ കണ്ണീര്. ഇനിയിപ്പോൾ അവള് കണ്ണൂർ പോകുമ്പോൾ ഞങ്ങളും കൂടെ ചെല്ലണമെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. ഇത് എൻ്റെ ജാതകം നോക്കി പറയുന്ന അമ്മച്ചിയാ. കാരണം ഞാൻ എന്ന് കല്യാണം കഴിക്കും, എന്ന് എനിക്ക് ജോലി കിട്ടും, ഏത് പയ്യനാണ് എന്നെ കെട്ടാൻ വരുന്നത്, എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എല്ലാവരും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നന്നായിട്ട് എനിക്ക് മിസ് ചെയ്യും. നമ്മുടെയൊക്കെ പൊന്ന് സഹോദരിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഒരു സഹോദരിയോടൊപ്പം ഉണ്ടായിരിക്കണം. ശ്രീധരൻ വല്ലതും ചോദിച്ചോ? ഇല്ല, ഒന്നും ചോദിച്ചില്ല. കണ്ണൂരിന് പ്രത്യേകിച്ച് ശ്രീധരൻ വാങ്ങിക്കാറില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. നമസ്കാരം. പറയാൻ വാക്കുകളില്ല. അത്ര വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലമെന്ന് പറഞ്ഞാൽ കലയപുരമാണ്. അതായത് കലയപുരത്തെ ആശ്രയ സങ്കേതം എന്ന അനാഥ മന്ദിരം. അവിടുത്തെ ഒരു സഹോദരിയാണിത്. പേര് സരസു. സരസുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. അതെ, ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിവാഹം. അങ്ങനെ വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സരസുവിൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. തമിഴ്നാട് സ്വദേശിയായിരുന്നു സരസു. 5-ാമത്തെ വയസ്സിൽ കണ്ണൂരിൽ നിന്നാണ് ഇവിടുത്തെ ജോസാറിനും മിനിയാൻറ്റിക്കും ഈ ഒരു സഹോദരിയെ കിട്ടുന്നത്. അന്നു മുതൽ ഇപ്പം 27 വയസ്സായി. ഈ പ്രായം വരെ ഇവിടുത്തെ മകളായി, പൊന്നുമകളായി ഈ പെൺകുട്ടി, ഈ സഹോദരിയുടെ ജീവിക്കുകയാണ്. സരസുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്ന ദിവസം എത്തുകയായി. നമുക്ക് അതിനെക്കുറിച്ച് സരസുവിനോട് ചോദിച്ചറിയാം. അപ്പോൾ സ്വപ്നം കണ്ടതിലപ്പുറമാണ് ഇന്ന് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തോടും പിന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എൻ്റെ പപ്പയോടും മമ്മിയോടും, ജോസ് പപ്പയോടും മിനി മമ്മിയോടും ഒത്തിരി കടപ്പാടും നന്ദിയുണ്ട്. ആലോചന വന്നു. എനിക്ക് ആദ്യം എൻ്റെ പപ്പയാണ് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരാളെ കണ്ട് എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പം നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ നേരിട്ട് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പുള്ളിക്ക് യാതൊരു ഡിമാൻഡുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒന്നും ചോദിച്ചില്ല. കണ്ണൂരിന് പ്രത്യേകിച്ച് ശ്രീധരൻ വാങ്ങിക്കാറില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പിന്നെ സ്വഭാവം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും, കാരണം ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ തുടങ്ങുമല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടായിരുന്നു. ആൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ആളിനെ ഇഷ്ടപ്പെട്ടു. നിതീഷ് ജോസഫ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ വലിയൊരു ഫാമിലിയിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുവന്നപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയാണ്, പപ്പയും അതായത് മിനി മമ്മിയും ജോസ് പപ്പ. ഞങ്ങളങ്ങനെ വിളിക്കാറില്ല, മമ്മി പപ്പ എന്നാണ് വിളിക്കാറുള്ളത്. എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ വേറെ ഒരു കുട്ടികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം, ഞാൻ ഇവിടുത്തെ ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എന്താ പറയുക, ഒരു അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് പറയാം. കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ കൂടെ കിടത്തി ഉറക്കിയെടുത്ത മകളാണ് ഞാൻ. അപ്പം അത് ഭയങ്കര സന്തോഷം. എൻ്റെ കല്യാണം പോലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ജസ്റ്റ് ഒരു നോർമൽ കല്യാണം എന്ന് പ്രതീക്ഷിച്ചത് ഇപ്പം വലിയ ആഘോഷമായിട്ട് മാറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറവും സമ്പത്തും നോക്കാതെ തന്നെ ഒരാളുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തിനേയും നമ്മൾ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെയാണ് നമുക്ക് വേണ്ടത്. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ കുറവുകളെ കണ്ട് അത് നെഗറ്റീവ് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരാനുള്ളത്. ഇപ്പം എന്നെ പെണ്ണാണ് വന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, മദ്യപിക്കോ? കാരണം എൻ്റെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെടാൻ കാരണം എൻ്റെ അച്ഛൻ നല്ല കുടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അമ്മ മരിക്കുന്നത്. എൻ്റെ മുന്നിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ പപ്പ സെലക്ട് ചെയ്യുന്ന ആൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട്. ഞാൻ 5 വയസ്സിലാണ് പപ്പയ്ക്ക് എന്നെ കണ്ണൂർ ആലക്കോട് എന്ന സ്ഥലത്താണ് കിട്ടുന്നത്. ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിലാണ് ഞാൻ അവിടെ ആയിരുന്നു താമസിക്കും. ഞാനും എൻ്റെ അച്ഛനും 2 സഹോദരങ്ങളുണ്ടായിരുന്നു. പോയിട്ട് അവിടെ പാത്രം കഴുകി കൊടുക്കും, ചെറിയ ചെറിയ വീട്ടുജോലിയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കഴിച്ചാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ പോയതാണ്. അപ്പോൾ കുഞ്ഞു പ്രായമാണ് എൻ്റെ. അന്നേരം ആ സമയത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എനിക്ക് മലയാളമൊന്നും അറിയത്തില്ല, തമിഴായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഒത്തിരി ഈ നാടോടി ജീവിതമായിരുന്നു ശരിക്കും എൻ്റെ. അപ്പോൾ അങ്ങനെ ജീവിച്ചു വന്ന് എനിക്ക് ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും അറിയത്തില്ലെന്ന്. അപ്പം എല്ലാം ഓർമ്മയുണ്ട്, മിക്ക കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഊര് ചുറ്റി ശരിക്കും നാടോടി ജീവിതമായിരുന്നു എൻ്റെ ആങ്ങളുമാരൊക്കെ ലൈഫ്. പിന്നെ അച്ഛൻ നല്ല മദ്യപനായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ പത്രത്തിൽ വന്ന് അങ്ങനെയാണ് പപ്പയും മമ്മിയും അവിടെ വന്ന് പുതിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇടിയിപ്പിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നു. എൻ്റെ സഹോദരങ്ങൾ ഒരാൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ഒരാൾ പുനലൂർ പഠിക്കുന്നു, പോളിടെക്നിക്ക്. +2 സയൻസ് കൊളക്കട ഗവൺമെൻറ് HS കൊളക്കട സ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് താമരക്കുടി സ്കൂളിൽ,
ഡിഗ്രിയും PGയും പഠനം NSS കോളേജ് കോന്നിയിലായിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് കോളേജ്. അതെ, അവിടെയാണ് ഞാൻ MSW ചെയ്തത്. അപ്പോൾ എന്തിനേതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ടീച്ചേഴ്സാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സരസുവിൻ്റെ പപ്പയും അമ്മയും. സരസുവിനെ 22 വർഷക്കാലം പൊന്നുപോലെ വളർത്തി മിടുക്കിയാക്കി വലിയ വിദ്യാഭ്യാസം നൽകി ഒരു ജോലി നേടിക്കൊടുത്ത ആ പപ്പയും അമ്മയാണത്. എല്ലാവർക്കും അറിയാം. കലയപുരം ജോസേട്ടൻ, ഇത് ഭാര്യ മിനി ചേച്ചി. ഞങ്ങളുടെ ആദ്യത്തെ മകളാണ് സരസു. 2001 സരസുവിൻ്റെ 2 ആങ്ങളമാരും ഈ ഭവനത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഭാര്യ ഇടവും വല്ലവും വെച്ച് കിടത്തിയാണ് ഇവരെ ഉറക്കിയത്. ആദ്യമൊക്കെ രാത്രിയിലൊക്കെ ഉറങ്ങത്തിൽ ഞെട്ടി ഉണരുകയും കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി സരസു സാധാരണ ജീവിതത്തിലേക്ക് വന്നു. പഠിക്കാൻ മിടുമിടുക്കിയാണ്, നന്നായിട്ട് പാടും, നന്നായിട്ട് നൃത്തം ചെയ്യും, നന്നായിട്ട് നാടകത്തിൽ അഭിനയിക്കും. നല്ല കയ്യക്ഷരമാണ്, പ്രസ്സിൽ അച്ചടിക്കുന്ന പോലെയുള്ള കയ്യക്ഷരമാണ്. ഇവിടെ MSW പാസ്സായി ഇവിടെ സൈക്കാട്രി സോഷ്യൽ വർക്കറായിട്ട് സരസു ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതോടൊപ്പം അവിടെ സാമർഥ്യം കൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു. ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ കൊല്ലം ജില്ലയുടെ കളക്ടറായിട്ട് ഇവിടെ കാണാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നെയും എൻ്റെ ഭാര്യയെയും പപ്പ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെ പപ്പ മമ്മി എന്ന് വിളിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ 300-ലധികം കൊച്ചുമക്കളാണുള്ളത്. 200-ലധികം പെൺകുട്ടികളെ ആശ്രയ വളർത്തി വലുതാക്കി കുടുംബജീവിതത്തിലേക്ക് അയച്ചിട്ടുണ്ട്. 141 പേരുടെ കല്യാണം ഒരേ ദിവസമാണ് 2010 ഡിസംബർ 30 ആശ്രയം നടത്തിയത്. 4 ആളുകൾ ഇപ്പോഴും നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിവാഹം വരാൻ പോകുന്നു. സരസുവിനോടൊപ്പം MSW പഠിച്ചത് 2 പേര് വേറെയുണ്ട്. അതിൽ വേറൊരു പെൺകുട്ടി സൗമ്യയ്ക്ക് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ മോളാണ്. ആദ്യം ഞങ്ങളെ പപ്പ മമ്മി എന്ന് വിളിച്ചത് ഇവളിൽ നിന്നാണ് വിളിച്ചു തുടങ്ങിയത്. അത് കേട്ടാൽ പിന്നെ വന്ന മക്കളെല്ലാവരും പപ്പ മമ്മി എന്ന് വിളിച്ച്. ആ ഒരു സ്നേഹമൊക്കെ എന്നും അവളുടെ മനസ്സിലുണ്ട്. അതുപോലെ ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഇനി അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തോഷവും അതോടൊപ്പം വിഷമവും ഉണ്ട്. കണ്ണൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. കണ്ണൂർ കേളകം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സരസുവിനെ കൊണ്ടുപോകുന്നത്. സരസു ഹൈന്ദവ വിശ്വാസിയാണ്. വിവാഹം കഴിക്കുന്ന പയ്യൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ പെൺകുട്ടിയെയോ പയ്യനെയോ മതപരിവർത്തനം നടത്താതെ ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കലയോര സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഫെബ്രുവരി മാസം 5-ാം തീയതി രജിസ്റ്റർ വിവാഹം നടത്തുകയാണ്. അതിനുശേഷം കലയെടുത്ത സംഗീതത്തിൽ വന്ന് റിസപ്ഷനൊക്കെ നടത്തി അവരെ സന്തോഷത്തോടെ യാത്ര അയക്കുന്ന ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. എവിടെ പോയാലും അവൾ നന്നായി ജീവിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം തീയിൽ കുരുന്നത് വെയിലത്ത് വാടത്തില്ലല്ലോ. ഒരുപാട് കുഞ്ഞു പ്രായത്തിൽ നല്ല കഷ്ടതയിൽ അവൾ അനുഭവിച്ച്, അതുകൊണ്ട് എവിടെ പോയാലും അവൾ ജീവിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ നല്ലൊരു മോനാണ് അവളെ കല്യാണം കഴിക്കാനായിട്ട് വന്നതും. അവരുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും നല്ല സ്നേഹവും. സന്തോഷമായി ജീവിക്കട്ടെ എന്ന് മാത്രം. സന്തോഷക്കണ്ണീര്. ഇനിയിപ്പോൾ അവൾ കണ്ണൂർ പോകുമ്പോൾ ഞങ്ങളും കൂടെ ചെല്ലണമെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. അന്ന് തന്നെ പിന്നെ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. ഇത് വിജയകുമാരി അമ്മ, ഇത് സ്നേഹ, ഇത് മല്ലികമ്മ, ഇത് പൊന്നമ്മച്ചി. ഈ കാണുന്ന എല്ലാവരും ഇവരൊക്കെയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഒത്തിരി പാഠങ്ങൾ പഠിച്ചതും കുറേ തമാശകൾ പറഞ്ഞ് എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ ഒത്തിരി സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു വിഷമം വന്നപ്പോൾ ഞാൻ ഇവരായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ ലൈഫിൽ ഇവർ എക്സാം എഴുതാൻ പോയാൽ പോലും ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ആദ്യം ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ ഇവർ പറയാം പോട്ടെ പോട്ടെ എന്ന് പറയാം, അടുത്തന്നെ ശ്രമിക്കുക. അങ്ങനെ ഒരു മോട്ടിവേഷൻ എപ്പോഴും തരുന്ന കുറേ അമ്മമാരുണ്ട്. കാരണം അവരുടെ ലൈഫിൽ പഠിച്ച കാര്യങ്ങൾ ശരി ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് ഇവിടുത്തെ എല്ലാ അമ്മമാരും. ഞാനൊക്കെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അമ്മയ്ക്ക്. ഇത് എൻ്റെ ജാതകം നോക്കി പറയുന്ന അമ്മച്ചിയാണ്. കാരണം ഞാൻ എന്ന് കല്യാണം കഴിക്കും, എന്ന് എനിക്ക് ജോലി കിട്ടും, ഏത് പയ്യനാണ് എന്നെ കെട്ടാൻ വരുന്നത്, എല്ലാം അച്ചട്ടായിട്ട് അമ്മ എനിക്ക് പറഞ്ഞു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എല്ലാവരും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇവരെ നന്നായിട്ട് എനിക്ക് മിസ് ചെയ്യും. അനാഥത്വം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ചില സമയങ്ങൾ മാത്രമാണ്. കാരണം ഒരു മനുഷ്യനായിരിക്കുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്നാലും അതൊക്കെ ഇവിടെ കൂടെ നികത്തി വെക്കുക. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും എനിക്ക് ഉണ്ടാവാറില്ല. കാരണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, ഇവരുടെ ഒപ്പമാണ് ഞങ്ങളെപ്പോഴും. നമ്മൾ ഈ പാഠപുസ്തകങ്ങൾ നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇവരെ അടുത്തുനിന്ന്. മോളെ നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷേ അല്ലാതെ സങ്കടവും വരുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ. ഇതായിരുന്നു സരസുവിൻ്റെ ലോകം. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ വിട്ടുപോകുമ്പോൾ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഒരു സഹോദരിയുടെ ഒപ്പം വേണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. തിങ്കളാഴ്ചയാണ് സരസുവിൻ്റെ വിവാഹം. എല്ലാവരും സരസുവിന് നല്ലൊരു ദാമ്പത്യത്തിനായി പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങൾക്കും ആത്മാർത്ഥയോടെ പറയാനുള്ളത്.